നിയമസഭയിലും അതുപോലെ തന്നെ ഹരിയാനയിലും ജമ്മു കാശ്മീരിലുമൊക്കെ രാഷ്ട്രീയ കോളിളക്കവും കൊടുങ്കാറ്റുമൊക്കെ ആഞ്ഞു വീശുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കേരളം ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് പോവുകയാണ് എന്ന വാസ്തവം നമ്മൾ തിരിച്ചറിയുന്നത്. ചേലക്കര മണ്ഡലത്തിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന കാര്യത്തിൽ ഏകദേശ ധാരണ തൃശൂർ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് എടുത്തു കഴിഞ്ഞു. അത് മറ്റാരുമല്ല, ഇടതുമുന്നണിയുടെ മുൻ MLAയും SC/ST വികസന കോർപ്പറേഷൻ്റെ ചെയർമാനുമായ UR പ്രദീപിനാണ് ആ നറുക്ക് വീണിരിക്കുന്നത്. UR പ്രദീപ് മിടുക്കനായ ഒരു MLA ആയിരുന്നു, സാമാജികനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മേഖലയും വളരെ പക്വമതിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന് ഈ നറുക്ക് വീഴാൻ കാരണമായത്. ഇനി UR പ്രദീപിന് എന്തെങ്കിലും അസൗകര്യമുണ്ട്, അദ്ദേഹം പറയുകയാണ് എനിക്ക് മത്സര രംഗത്തേക്ക് വരാൻ ആരോഗ്യപരമായ കാരണങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അദ്ദേഹം മത്സര രംഗത്തില്ലെങ്കിൽ മറ്റ് 2 പേരുടെ പേരുകൾ കൂടി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. അതിലൊരാൾ SC/ST കമ്മീഷൻ അംഗവും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ TK വാസുവാണ്. നമുക്കറിയാം ചേലക്കര മണ്ഡലം ഒരു സംവരണ മണ്ഡലമാണ്. TK വാസുവാണ് ഒരാൾ. പിന്നെ മറ്റൊന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ഡോക്ടർ MK സുദർശനൻ. ഈ 3 പേരുടെ പേരാണ്. അതിൽ UR പ്രദീപിനാണ് സാധ്യത കൂടുതൽ. UR പ്രദീപിന് ഏതെങ്കിലും തരത്തിൽ അസൗകര്യമാണെങ്കിൽ ഈ TK വാസുവിനെയോ ഡോക്ടർ MK സുദർശനെയോ ചേലക്കരയിൽ അംഗത്തിന് ഇറക്കാമെന്നാണ് CPIMൻ്റെ ഒരു ധാരണ. നാളെയാണ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നത്. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും. അതേ അവസരം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ PK ബിജു കഴിഞ്ഞ ദിവസം ചേർന്ന തൃശ്ശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. K രാധാകൃഷ്ണൻ, ചേലക്കരയെ ഇടത്തോട്ട് നയിച്ച നേതാവും പ്രിയപ്പെട്ട MP-യുമൊക്കെ ആയ മന്ത്രിയും MP-യും ഒക്കെ ആയിരുന്ന K രാധാകൃഷ്ണനും ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. PK ബിജുവിൻ്റെ പേര് കൂടി പരിഗണിക്കപ്പെടുമെന്നൊരു കണക്കുകൂട്ടൽ CPM അണികൾക്കിടയിലും അതുപോലെ തന്നെ ചേലക്കര മണ്ഡലത്തിലും പൊതുവെ ഉണ്ടായിരുന്നു. എന്നാൽ PK ബിജു അദ്ദേഹത്തെ ആ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി എങ്ങനെയാണ് ചേലക്കര ചുവന്നത്? കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടയായിരുന്നു ചേലക്കര. ഇത് 1996 K രാധാകൃഷ്ണൻ മത്സര രംഗത്ത് വന്നതോടുകൂടിയാണ് ചേലക്കരയിൽ മാറ്റമുണ്ടാകുന്നത്. 96 മുതൽ 2021 വരെയും ചേലക്കര ചുവന്ന് തന്നെ നിന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ. അതിൻ്റെ വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോ തവണ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലെങ്കിൽ മത്സരിക്കുമ്പോഴും K രാധാകൃഷ്ണൻ എന്ന വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും അദ്ദേഹം ജനങ്ങളോട് ഇടപെടുന്ന രീതി കൊണ്ടും ഭരണ നൈപുണ്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ വോട്ട് വിഹിതം കൂട്ടിക്കൊണ്ടിരുന്നു. അതായത് ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടിരുന്നു. 1996 2323 വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ K രാധാകൃഷ്ണൻ പരാജയപ്പെടുത്തിയത്. എന്നാൽ 2001 അടുത്ത 5 വർഷം കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞു, ഭൂരിപക്ഷം കുറഞ്ഞു. 1475 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അത്തവണ K രാധാകൃഷ്ണൻ വിജയിച്ചത്. എന്നാൽ 2006 രാധാകൃഷ്ണൻ്റെ വോട്ട് വളരെയധികം കൂടി 14,629 വോട്ടുകൾ K രാധാകൃഷ്ണൻ നേടിയാണ് അന്ന് വിജയിച്ചത്. അത് കഴിഞ്ഞ് 2011 24,676 വോട്ടുകൾ K രാധാകൃഷ്ണൻ ലഭിച്ചു. ഇനി 2021 വമ്പിച്ച ഭൂരിപക്ഷം 39,400 വോട്ടുകളാണ് K രാധാകൃഷ്ണന് ലഭിച്ചത്. ഓരോ ഘടകങ്ങളുണ്ടാകാം ചേലക്കരയിൽ, എങ്കിലും ചേലക്കര സ്വന്തം പുത്രനായി K രാധാകൃഷ്ണനെ അങ്ങ് ദത്തെടുത്തു, അല്ലെങ്കിൽ സ്വന്തം പുത്രനായി കണ്ട് അദ്ദേഹത്തെ പിന്തുണച്ചു. ഓരോ തവണ മാറുമ്പോഴും ഭൂരിപക്ഷത്തിൽ നേരിയ വ്യത്യാസമല്ല. 2006 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പൂർണ്ണമായും മണ്ഡലം ചുവന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇക്കുറിയും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ചേലക്കരയിൽ മറ്റൊരു സാധ്യത വരുന്നില്ല. UDFന് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതയില്ല. UDFൻ്റെ സാധ്യതാ പട്ടികയൊക്കെ നമ്മൾ കണ്ടു. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുവരുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങോട്ട് കയറ്റുകയില്ലെന്ന് ഒരു വിഭാഗം പറയുന്നു, അല്ലെങ്കിൽ പാലക്കാട് അങ്ങനെ പറയുന്നു. ഇതൊക്കെ UDFനിടയിൽ പടലപ്പിണക്കങ്ങളും അങ്ങനെ ഒക്കെ നിൽക്കുമ്പോഴാണ് LDF ഒരു പടി മുന്നിലോട്ട് വരുന്നത്. ചേലക്കരയിൽ UR പ്രദീപിനെ നാമനിർദ്ദേശം ചെയ്യുന്നത്, അതായത് ചേലക്കരയിലേക്ക് സാധ്യതാ പട്ടികയിൽ UR പ്രദീപിനാണ് മുൻതൂക്കം, അല്ലെങ്കിൽ TK വാസു അല്ലെങ്കിൽ ഡോക്ടർ MK സുദർശനൻ. ഇവർ 3 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും സ്ഥാനാർത്ഥി. ഏറ്റവും അധികം സാധ്യത UR പ്രദീപിന് തന്നെയായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.